കൊളംബിയയിലെ സെർഹോൻ എന്ന കൽക്കരി ഖനന പ്രദേശത്തു നിന്ന് സയന്റിസ്റ്റുകൾക്കും പാലിയോന്റോളജിസ്റ്റുകൾക്കും അന്ന് വരെ അവർ പ്രതീക്ഷിക്കാത്തൊരു സാധനം കണ്ടെത്താൻ കഴിയുന്നു. ഈ ഒരു പ്രദേശം നിർമ്മിക്കപ്പെടുന്നത് തന്നെ 6 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന റെയിൻ ഫോറസ്റ്റ് മൂലമാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് അവരിവിടെ പഴയകാല പ്ലാന്റുകളെയും പല ജീവികളെയും അന്വേഷിച്ചിറങ്ങുന്നത്. അവയുടെ ഫോസിലുകൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. എക്സ്പ്ലോറേഴ്സ് വളരെ വ്യാപകമായി ഖനനം നടത്തുന്ന സമയം പെട്ടെന്ന് പാറകളുടെ ഇടയിൽ നിന്നും അവർക്കൊരു ഫോസിൽ കണ്ടെത്താൻ കഴിയുന്നു. ഒറ്റ നോട്ടത്തിൽ ഇതൊരെല്ലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഏത് ജീവിയുടെ? ചിലർ മുതലയെന്നും മറ്റു ചിലർ ആമയെന്നും അഭിപ്രായപ്പെട്ടു. ഈ ഒരു കണ്ടുപിടുത്തം ഒരിക്കലും ഒരു പുതിയ ജീവിയിലേക്ക് മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യലോകം അറിയാത്ത, അന്നുവരെ ശാസ്ത്രലോകം കാണാത്ത ഒരു ലോകത്തിലേക്കായിരുന്നു ഈ ഒരു ഫോസിൽ അവരെ എത്തിച്ചത്. ടൈറ്റനോബോയുടെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കിവനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഗ്രീൻ ആനാക്കോണ്ടയേക്കാൾ ഏകദേശം 10 മടങ്ങ് ഭാരവും ഒരു പാസഞ്ചർ ബസിന്റെ അത്ര നീട്ടവും. തന്റെ ശരീരത്താൽ മണ്ണിലൂടെ ഇഴഞ്ഞാൽ സ്വന്തം ഭാരത്താൽ മരണപ്പെടും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പാമ്പ് സഞ്ചരിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു ഈ ഒരു ജീവി വേട്ടയാടിയിരുന്നത്? കൂടാതെ ഒരു ഫോസിലിന്റെ സഹായത്തോടെ എങ്ങനെ ശാസ്ത്രലോകം അന്നുവരെ കാണാത്ത ആമസോണിന്റെ ചരിത്രം പുനർരചിച്ചു? എല്ലാത്തിനുമുപരിയായി എന്ത് കാരണത്താലാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നും ടൈറ്റനോബോവ എന്നേക്കുമായി ഇല്ലാതായത്? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ടൈറ്റനോബോവ എന്ന ഈ ഭീമനായ പാമ്പിനെ കണ്ടെത്തുന്നത് ഒരിക്കലും യാദർശികമായിട്ടായിരുന്നില്ല, മറിച്ച് 1994 കൂടി ഈ ഒരു പ്രക്രിയ ആരംഭിച്ചിരുന്നു. ലോക്കൽ ജിയോളജിസ്റ്റ് ആയിരുന്ന ഹെൻറി ഗാർസിയ ആദ്യമായി സെർഹോനിലെ കൽക്കരി മൈനിൽ നിന്നും മരക്കൊമ്പ് പോലെ ഒരു വസ്തു കണ്ടെത്തുന്നു. എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ബോക്സിൽ ഇതിനെ അടച്ചു വെക്കുകയാണ് ചെയ്തത്. പിന്നീട് 2002 കൂടി മറ്റൊരു ജിയോളജിസ്റ്റായ ഫെബിയമി ഹറേറയ്ക്കും മുൻപ് കണ്ടെത്തിയിരുന്നത് പോലെ തന്നെയുള്ള ഒരു ഫോസിൽ അദ്ദേഹവും ഇവിടെ നിന്ന് കണ്ടെത്തുന്നു. ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്തായിരുന്നെന്നാൽ പാലിയോസീൻ ഫ്ലോറയെ പറ്റി റിസർച്ച് നടത്തുക എന്നതായിരുന്നു. അതായത് ഈ ഒരു റെയിൻ ഫോറസ്റ്റ് മുൻപ് എങ്ങനെയായിരുന്നു, ഏത് തരത്തിലുള്ള സസ്യജാലങ്ങളായിരുന്നു ഇവിടെ വളർന്നിരുന്നത്. കഥയിൽ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത് 2007 കൂടിയാണ്. ഫ്ലോറിഡയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഈ ഫോസിൽ എത്തുമ്പോഴാണ് കഥയിൽ മാറ്റം വരുന്നത്. അവർ കണ്ടെത്തിയ ഈ ഫോസിൽ ഒരിക്കലും ഏതെങ്കിലും മരത്തിന്റെ ജില്ലയോ അല്ലെങ്കിൽ മുതലയുടെ വാരിയല്ലോ അല്ല. അവർക്ക് ഇതുവരെ ലഭിച്ച ഫോസിലുകളുടെ സഹായത്തോടെ ഇന്ന് ജീവിക്കുന്ന പൈത്തനും ആനാക്കോണ്ടയുമായി ഇതവർ കമ്പയർ ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു പാമ്പിന്റെ ഫോസിലാണ്. അതെ, ടൈറ്റനോബോവയുടെ ഫോസിലും ആനാക്കോണ്ടയുടെ ഫോസിലും അവർ കമ്പയർ ചെയ്തപ്പോൾ ഇത് ഏകദേശം അതിനേക്കാൾ 3 മടങ്ങ് വലിപ്പവും ഭാരവുമേറിയതാണ്. സയൻസിൻ്റെ ലോകത്ത് സൈസിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ടൈറ്റനോബോവയുടെ യഥാർത്ഥ വെയിറ്റും ലെങ്ത്തും മനസ്സിലാക്കാൻ അവർ മാത്തമാറ്റിക്കൽ മോഡലുകളെയാണ് സമീപിച്ചത്. അവരുടെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെയായിരുന്നു: ഒരു പാമ്പിൻ്റെ വാരിയലിൻ്റെ സൈസ് എത്രയാണോ അതിൻ്റെ അനുപാതത്തിലായിരിക്കും അവയുടെ നീട്ടവും ഉണ്ടാവുക. അതായത് പാമ്പിൻ്റെ വാരിയലിന് പറയാനാകും വാസ്തവത്തിൽ പാമ്പിൻ്റെ നീട്ടം എത്രയായിരുന്നെന്ന്. ഈ കണക്കുകൂട്ടലുകൾക്കെല്ലാം ശേഷം അവർക്ക് കിട്ടിയ ലെങ്ത് എന്നത് ഏകദേശം 42 മുതൽ 50 ഫീറ്റ് വരെയാണ്. അതായത് ആനാക്കോണ്ടയേക്കാൾ ഏകദേശം 2 മടങ്ങ് നീട്ടമായിരുന്നു ടൈറ്റനോബോവയ്ക്കുണ്ടായിരുന്നത്. നീട്ടം മാത്രമല്ല, ഒരു വണ്ണമുള്ള മനുഷ്യനെ എടുത്താൽ അയാളുടെ വയറിൻ്റെ വലിപ്പം എത്രയുണ്ടാകും അത്രയായിരുന്നു ടൈറ്റനോബോവയുടെ വ്യാപ്തി. ഇനി ഇവയുടെ ഭാരത്തെപ്പറ്റി പറഞ്ഞാൽ ഏകദേശം ഒരു കാറിൻ്റെ ഭാരം 1200 കിലോഗ്രാം എങ്കിലും ഉണ്ടാകും ഒരു ടൈറ്റനോബോവ. ഇന്നത്തെ മോഡേൺ ആനാക്കോണ്ടയേക്കാൾ ഏകദേശം 10 മടങ്ങ് ഭാരമായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. ഇന്ന് നാം ഭൂമിയിൽ കാണുന്ന ഒരു പാമ്പിനും ഇത്രയധികം ഭാരമുണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ടൈറ്റനോബോവയുടെ കണ്ടെത്തൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ കണ്ടെത്തലുകളെക്കാൾ വളരെ വലിയൊരു കണ്ടെത്തലായിരുന്നു. ടൈറ്റനോബോവയെപ്പറ്റി ലോകം ചോദിച്ച ഏറ്റവും വലിയ ചോദ്യം ഇവയുടെ ലെങ്തോ വെയിറ്റോ അല്ല, മറിച്ച് എങ്ങനെയാണ് ഇവ ഇത്ര വലിയ ഭീമാകാരനായ ഒരു പാമ്പായതെന്നാണ്. മോഡേൺ ആനാക്കോണ്ടകൾക്കില്ലാത്ത എന്ത് അഡ്വാൻറ്റേജാണ് ഇവയ്ക്ക് ലഭിച്ചത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലാവസ്ഥയിൽ തന്നെയാണ്. പാമ്പുകൾ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണെന്ന് നമുക്കറിയാം. മനുഷ്യർ തങ്ങളുടെ ശരീരത്തെ ചൂട് നൽകാനായി ഉള്ളിൽ നിന്ന് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ പാമ്പുകളിലേക്ക് വന്നാൽ അവയ്ക്കത് കഴിയില്ല. തങ്ങളുടെ പരിസ്ഥിതിയിലെ ചൂടനുസരിച്ചായിരിക്കും അവയ്ക്ക് ജീവിക്കാൻ കഴിയുക. അങ്ങനെ നോക്കിയാൽ കാലാവസ്ഥ എത്രയധികം ചൂടാണോ അത്രയധികം മെറ്റബോളിസം ഇവയ്ക്ക് കൂടുതലായിരിക്കും. അങ്ങനെ നോക്കിയാൽ അത്രയധികം സ്ട്രെങ്ത്തും ഇവയ്ക്കുണ്ടാകും, അത്രയധികം വലുപ്പത്തിൽ വളരാനും ഇവയ്ക്ക് സാധിക്കും. ടൈറ്റനോബോവയുടെ കണ്ടെത്തൽ അന്നുവരെ കണ്ടെത്തിയ ഏറ്റവും വലിയ പാമ്പിൻ്റെ കണ്ടെത്തൽ മാത്രമായിരുന്നില്ല. അന്നുണ്ടായിരുന്ന കാലാവസ്ഥ എന്താണെന്ന ഒരു തെർമോമീറ്റർ അവരുടെ മുന്നിൽ ഈ ഒരു കണ്ടെത്തൽ കൊണ്ടുവച്ചു എന്ന് പറയാം. ഈ ഒരു ഭീമാകാര ശരീരം അവരുടെ മുൻപിൽ ഒരു ഫാക്റ്റാണ് കൊണ്ടുവച്ചത്. ഇന്ന് നാം കാണുന്ന കൊളംബിയ പോലെ ആയിരുന്നില്ല 6 കോടി വർഷങ്ങൾക്ക് മുൻപ്.
രാവിലെയാണെങ്കിലും രാത്രിയാണെങ്കിലും ശരി, ആവറേജ് ടെമ്പറേച്ചർ ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രദേശത്താണ് വാസ്തവത്തിൽ ടൈറ്റനോബോവ വളർന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശം സ്വർഗ്ഗതുല്യമായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രൂപത്തിലേക്ക് അവനെ എത്തിക്കാൻ സഹായിച്ചതും ഈ പ്രദേശമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് അവൻ ജീവിച്ചിരുന്നതെങ്കിൽ ഇത്ര വലിയ രൂപത്തിലേക്ക് അവന് മാറാൻ കഴിയില്ലായിരുന്നു. അവൻ്റെ ശരീരത്തെ വികസിപ്പിക്കാൻ അവന് കഴിയില്ലായിരുന്നു. ഒരുപക്ഷെ അവൻ അതിജീവിക്കാൻ കഴിയണമെന്ന് പോലും നിർബന്ധമില്ല. സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന മറ്റൊരു ചോദ്യം, ഇത്രയധികം വലിപ്പമുള്ള ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രയധികം എനർജിയുടെ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവൻ എങ്ങനെയായിരുന്നു വേട്ടയാടിക്കൊണ്ടിരുന്നത്? സിനിമകൾ ചിത്രീകരിക്കുന്നത് പോലെ ഭീമാകാരനായ പാമ്പ് തൻ്റെ ഇരയുടെ പിന്നാലെ ചെന്ന് അവയെ മിന്നൽ വേഗത്തിൽ വേട്ടയാടുന്നത് പോലെയായിരുന്നു ടൈറ്റനോബോവയും വേട്ടയാടിയിരുന്നത്. ഒറ്റവാക്കിൽ ഇതിനൊരു ഉത്തരം പറഞ്ഞാൽ ചെറുപ്പകാലം മുതലേ നാം കണ്ടുവന്ന ആനാക്കോണ്ട സിനിമകളിൽ കാണിക്കുന്നത് തെറ്റാണെന്ന് പറയേണ്ടതായി വരും. പാമ്പിന് എത്രയധികം വലിപ്പമുണ്ടോ അത്രയധികം ഭൂമിയോട് ചേർന്നായിരിക്കും അവ സഞ്ചരിക്കുക. അങ്ങനെ നോക്കിയാൽ അത്രയധികം ഫ്രിക്ഷൻ. അതിനാൽ തന്നെ മണ്ണിലൂടെ മിന്നൽ വേഗത്തിൽ പോവുക എന്നതിനേക്കാൾ ഇഴയാൻ പോലും വാസ്തവത്തിൽ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ഇതിനർത്ഥം ഇവൻ ദുർബലനാണെന്നല്ല. തൻ്റെ ഏറിയ സമയവും ജലത്തിലായിരുന്നു ടൈറ്റനോബോവ സ്പെൻഡ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം അവ ചതുപ്പ് നിലങ്ങളിലായിരുന്നു കിടന്നിരുന്നത് എന്ന് പറയേണ്ടതായി വരും. ഇന്നത്തെ മോഡേൺ ക്രോക്കഡൈലുകളെ പോലെ വെള്ളത്തിൽ കിടക്കുന്നതിലൂടെ ബോഡി ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യാനും തൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാനും ഇവയ്ക്ക് സാധിക്കുന്നു. കൂടുതൽ റിഫ്ലക്സസ് ഇവയ്ക്ക് ജലത്തിൽ കാഴ്ചവെക്കാനും തൻ്റെ ഇരയെ വളരെ പെട്ടെന്ന് വേട്ടയാടാനും ഇവയ്ക്ക് സാധിക്കുന്നു. ചതുപ്പ് നിലങ്ങളിലും ജലത്തിലും ഇവ തക്കം പാർത്ത് കിടക്കും. തൻ്റെ മൂക്കോ കണ്ണോ മാത്രമായിരിക്കും പുറത്തു കാണുക. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ശബ്ദമുണ്ടാക്കാതെ ജലത്തിൽ കിടക്കാൻ ഇവയ്ക്ക് സാധിക്കും. താൻ കിടക്കുന്ന സ്ഥലത്തിൻ്റെയും തൻ്റെ ശരീരത്തിൻ്റെയും നിറം കൂടിക്കലരുന്ന സമയം, താൻ ഇവിടെയുണ്ട് എന്ന് ഇരയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആ ഒരു നിമിഷം, ഒരൊറ്റ മിന്നലാക്രമണത്താൽ താൻ പ്രതീക്ഷിച്ച ഇരയെ വളഞ്ഞു ചുറ്റാൻ ഇവയ്ക്ക് സാധിക്കുന്നു. മോഡലുകളുടെ സഹായത്തോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, താൻ വേട്ടയാടുന്ന സമയത്ത് ടൈറ്റനോബോവ തൻ്റെ ഇരയുടെ മുകളിൽ ഏർപ്പെടുത്തുന്ന പ്രഷർ എന്നത് ഏകദേശം 4000 PSIയുടെ മുകളിലാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, കിടന്നുറങ്ങുന്ന നിങ്ങളുടെ ശരീരത്തിന് മുകളിൽ 2 ആഫ്രിക്കൻ ആനകളെ കൊണ്ട് നിർത്തിയാൽ എത്ര പ്രഷർ ഉണ്ടാകുമോ അത്ര. വേട്ടയാടുന്ന സമയത്ത് തൻ്റെ ഇര ചാകുന്നുണ്ടോ എന്ന് പോലും ഇവൻ നോക്കിയിരുന്നില്ല. ഇത്രയധികം പ്രഷർ ഏർപ്പെടുത്തുമ്പോൾ ഉള്ളിലെ എല്ല് തുണ്ടം തുണ്ടമായി മാറുന്നു. മിന്നൽ വേഗത്തിൽ അവ ഇല്ലാതാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ 6 കോടി വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ എന്തായിരുന്നു ടൈറ്റനോബോവ കഴിച്ചിരുന്നത്? ഏത് തരത്തിലുള്ള ജീവികളെയായിരുന്നു ഇവ വേട്ടയാടിയിരുന്നത്? ഇതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. ടൈറ്റനോബോവ ജയന്റ് ടർട്ടിലുകളെയും ഇന്ന് നാം കാണുന്ന ക്രോക്കോഡൈലുകളെയുമായിരുന്നു ആ ഒരു സമയത്ത് വേട്ടയാടിയിരുന്നത്. ടൈറ്റനോബോവയെ സംബന്ധിച്ചിടത്തോളം 8 അടി വലിപ്പമുള്ള വലിയ ഷെല്ലുള്ള ഒരു ആമയെ പിടിക്കുക എന്നത് വളരെ എളുപ്പമുള്ള പണിയായിരുന്നു. അവയുടെ പല്ലുകൾ ഇവയുടെ ഷെല്ലുകളെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നവയുമായിരുന്നു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു ടൈറ്റനോബോവ മുതലകളെയും വേട്ടയാടിയിരുന്നത്. ഇന്ന് നാം കാണുന്ന മുതലയേക്കാൾ 2 മടങ്ങ് വലിപ്പമുള്ള മുതലകളെ പോലും തൽക്ഷണത്തിൽ കീഴ്പ്പെടുത്താൻ ഇവയ്ക്ക് സാധിച്ചിരുന്നു. ഈ വസ്തുതകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അക്കാലത്തെ കടുവയെ പിടിക്കുന്ന കിടുവ തന്നെയായിരുന്നു ടൈറ്റനോബോവ. വേട്ടക്കാരിലെ ഏറ്റവും മഹാനായ വേട്ടക്കാരൻ. ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തൻ്റെ തലയുടെ സഹായത്താൽ തന്നേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ആമകളെ പോലും ഇവയ്ക്ക് വേട്ടയാടാൻ കഴിഞ്ഞിരുന്നു. മസ്തിഷ്കം ചെറുതായിരുന്നെങ്കിൽ പോലും ഇവയുടെ സെൻസസ് വളരെയധികം പവർഫുള്ളായിരുന്നു. ബോഡി ഹീറ്റിൻ്റെ സഹായത്തോടെ തൻ്റെ ഇരയെ വെളിച്ചത്തിലും ഇരുട്ടിലും വളരെ വേഗത്തിൽ വേട്ടയാടാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നു. ഒരർത്ഥത്തിൽ 6 കോടി വർഷങ്ങൾക്ക് മുൻപ് നേച്ചർ ക്രിയേറ്റ് ചെയ്ത ഒരു പെർഫെക്റ്റ് ബോഡിയായിരുന്നു ടൈറ്റനോബോവയ്ക്ക് ഉണ്ടായിരുന്നത്. ജലത്തിൻ്റെ സഹായത്തോടെ തൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നു. പൊതുവെ ചൂടുള്ളൊരു കാലാവസ്ഥയായിരുന്നതുകൊണ്ട് തന്നെ തൻ്റെ മെറ്റബോളിസം ഫാസ്റ്റാക്കാനും തൻ്റെ ശരീരത്തെ വളരെയധികം വിസ്തൃതിയിൽ വളർത്തിയെടുക്കാനും കൂടാതെ കൂടുതൽ ഇരകളെ വേട്ടയാടാനും ഇവയ്ക്ക് സാധിച്ചിരുന്നു. തൻ്റെ ശരീരഭാരം കാരണം തനിക്ക് സമതല പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. അതുമാത്രമായിരുന്നു അവയ്ക്കൊരു കുറവുണ്ടായിരുന്നത്. എന്നാൽ അതിനെ നികത്താൻ 90% സമയവും അവ ജലത്തിലോ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിലോ ആയിരുന്നു ചിലവാക്കിയിരുന്നത്. ചൂടിൽ നിന്ന് ശക്തിശാലിയാവുകയും ജലത്തിൽ നിന്ന് തൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ക്രിയേഷൻ ആയിരുന്നു ടൈറ്റനോബോവ. അങ്ങനെ ഒരു പെർഫെക്റ്റ് ക്രിയേഷന് പിന്നീട് എന്താണ് സംഭവിച്ചത്? ടൈറ്റനോബോവ എന്ന ഈ ഒരു ഭീമാകാരനായ പാമ്പ് എങ്ങനെ ഇല്ലാതായി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെയധികം ലളിതമാണ്. സമയത്തിനനുസരിച്ച് തൻ്റെ ശരീരത്തെ മാറ്റാൻ കഴിയാത്തതാണ് ടൈറ്റനോബോവ ഇല്ലാതായതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. പാലിയോസീൻ പീരീഡിന് ശേഷം ഭൂമിയിലെ ടെമ്പറേച്ചർ വളരെയധികം കുറയാൻ തുടങ്ങി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 1-2 ഡിഗ്രിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ വലിയ പ്രശ്നമില്ല. എന്നാൽ പാമ്പുകളെ അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. മുൻപ് ചൂട് കൂടുതലായിരുന്നതിനാൽ തങ്ങളുടെ മെറ്റബോളിസം വേഗത്തിൽ നടന്നിരുന്നു. എന്നാൽ തണുപ്പായിരുന്നതുകൊണ്ട് തന്നെ ഇവയുടെ മെറ്റബോളിസം വളരെയധികം കുറയാൻ തുടങ്ങി. ഇതിനു പുറമെ ഇവയുടെ
എനർജി വളരെയധികം കുറയാൻ തുടങ്ങി. തൻ്റെ ദഹനത്തിൽ സംഭവിച്ച ഈ ഒരു മാറ്റം ടൈറ്റനോബോവയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു. പഴയ വേഗതയിൽ തൻ്റെ ഇരയെ പിടിക്കാനോ പിടിച്ച ഇരയെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാക്കാനോ ഇപ്പോൾ ഇവയെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ടെമ്പറേച്ചറിലുണ്ടായ മാറ്റം മാത്രമല്ല, ഇക്കോസിസ്റ്റം തന്നെ മാറ്റപ്പെട്ടു. നേരത്തെ ടൈറ്റനോബോവ ജീവിച്ചിരുന്ന ചതുപ്പു നിലങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാഞ്ഞു തുടങ്ങി. അവ വളരെ പെട്ടെന്ന് ഡ്രൈ ആയി തുടങ്ങി. അങ്ങനെ അവയുടെ എണ്ണം വളരെ വ്യാപകമായി കുറഞ്ഞു തുടങ്ങി. ഇതിനെല്ലാം പുറമെ ഭൂമിയിൽ മാമൽസിൻ്റെ എണ്ണം വളരെ വ്യാപകമായി ഉയർന്നു. നേരത്തെ ടൈറ്റനോബോവ വേട്ടയാടിയിരുന്ന ജീവികൾ അങ്ങനെ പലതായി ഡിവൈഡ് ചെയ്യപ്പെട്ടു. മറ്റു പല ജീവികളും അവയെ വേട്ടയാടാൻ തുടങ്ങി. തങ്ങൾക്ക് ഇര കിട്ടാത്തൊരവസ്ഥയുണ്ടായി. നോക്കി നിൽക്കെ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവികളിലൊന്നായ ടൈറ്റനോബോവ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. മറ്റു വീഡിയോകളെ പോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലോളിൽ എനേബിൾ ചെയ്യാനും വീഡിയോ പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.